ഈ ഒരു സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ ഫേസ് നന്നായിട്ട് തന്നെ ബ്രൈറ്റും നന്നായിട്ട് ഒന്ന് ക്ലീൻ ആവും കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കോഫി പൗഡർ, അല്ലെങ്കിൽ ചെറുപയർ പൊടിയൊക്കെ ഉണ്ടല്ലോ, മെൽറ്റായി പോകട്ടോ. നിങ്ങൾക്ക് കോൺഫ്ലോർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി എടുക്കാം, പിന്നെ ഗോതമ്പ് പൊടി എടുക്കാം, പിന്നെ കടലമാവ് എടുക്കാം കേട്ടോ. ഇതിൽ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കോൺഫ്ലോർ ആണ് കേട്ടോ. ഇതും നല്ലതാണ്. ഹലോ എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനിന്ന് തൈര് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ഫേഷ്യലായിട്ടാണ് വന്നേക്കുന്നത്. ഫേഷ്യൽ സിമ്പിളാണെങ്കിലും ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അമേസിങ് ആണ് കേട്ടോ. നല്ല അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ഫേഷ്യൽ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു 3 സ്റ്റെപ്പിലാണ് ഈ ഒരു ഫേഷ്യൽ ചെയ്തേക്കണത്. നമ്മൾ പാർലറിലൊക്കെ പോയി ചെയ്യണ സെയിം റിസൾട്ട് തന്നെ ഇതിലും കിട്ടുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് സമയം കളയണ്ട, വേഗം ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ നമുക്ക് ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഞാനൊരു ബൗളിൽ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുക്കാമല്ലോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്ലെൻസിങ് ആണ്. നമുക്കറിയാം സാധാരണ ഒരു 5 സ്റ്റെപ്പോ 6 സ്റ്റെപ്പിലൊക്കെയാണ് ഫേഷ്യൽ വന്നത്. ഇപ്പം ഞാൻ ചെയ്യാൻ പോണതെന്ന് പറഞ്ഞാൽ ഒരു 3 സ്റ്റെപ്പിലാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ് ആണ് കേട്ടോ. അപ്പോൾ ക്ലെൻസിങ്ങിനായിട്ട് കുറച്ച് തൈര് ഇതിൽ നിന്ന് എടുക്കട്ടെ. കുറച്ച് മതി കേട്ടോ. ഓക്കെ, കുറച്ച് തൈര് എടുത്തിട്ടിട്ട് ഇനി വേണ്ടത് കോട്ടൺ ബോളാണ് കേട്ടോ. കുറച്ച് കോട്ടൺ ബോൾ എടുക്കാം. എന്നിട്ട് ഇതിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. ഫേസിൽ ഞാൻ വേറെ ഒന്നും അപ്ലൈ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ഫേസ് ക്ലീൻ ആണ്. ഫേസ് വാഷ് ചെയ്ത് ഞാനിപ്പോൾ ഡ്രൈ ആക്കിയേക്കണ ഫേസ് ആണ്. ജസ്റ്റ് ലിപ്സ്റ്റിക്ക് മാത്രം ഫേസ് ഉള്ളിട്ട്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഈ ഒരു സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ ഫേസ് നന്നായിട്ട് തന്നെ ബ്രൈറ്റും നന്നായിട്ട് ഒന്ന് ക്ലീൻ ആവും കേട്ടോ. നെക്കിൻ്റെ ഭാഗത്തോട്ടും ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇനി ഇതൊരു 5 മിനിറ്റ് ഫേസിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു കോട്ടൺ പൗഡർ എടുത്തിട്ട് ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അതല്ലെങ്കിൽ ഫേസ് വാഷ് ചെയ്താലും മതി കേട്ടോ. ഞാനിതിപ്പോൾ എളുപ്പം കഴിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എഴുന്നേറ്റ് പോകാൻ മടിയായതുകൊണ്ട് എളുപ്പം കഴിയാൻ പണിയാണ് നോക്കണത്. ഈ സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ കണ്ടോ ഫേസ്. അതാണ് തൈരിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്ക്രബിങ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളിത് തുടച്ചൊന്നും കളയണ്ട. നമുക്ക് ഈ ഒരു വെറ്റായിട്ടുള്ള ഫേസിൽ തന്നെ നമുക്ക് സ്ക്രബും ചെയ്യണം കേട്ടോ. ഇത് നോക്കി നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോഴേക്കും കണ്ടോ നന്നായിട്ട് ബ്രൈറ്റ് ആയില്ലേ. എന്തമ്മേ, അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഇതിക്ക് മുന്നേ തൈരിൻ്റെ പാക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെയ്തിട്ടുണ്ട്, ഒരു 2-3 എണ്ണമെങ്കിലും ചെയ്തിട്ടുണ്ടാവും കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ തൈരിൻ്റെ ഫേസ് പാക്കൊക്കെ. ഓക്കെ, അപ്പം നമ്മൾ ഈ സ്ക്രബിങ്ങിലേക്ക് പോവാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്ക്രബിങ് ആണ് കേട്ടോ. അപ്പോൾ സ്ക്രബിങ്ങിനായിട്ട് നമുക്ക് 2 സ്പൂൺ തൈര് എടുക്കാം കേട്ടോ. കുറച്ച് മതി കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് 2 സ്പൂൺ, ഈ ഒരു കുഞ്ഞു സ്പൂണിൽ 2 സ്പൂൺ എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ കോഫി പൗഡർ, അതല്ലെങ്കിൽ ചെറുപയർ പൊടിയൊക്കെ ഉണ്ടല്ലോ, അതിൽ ഏത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ പഞ്ചസാരയാണ്. അപ്പോൾ 1 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യണം, അതല്ലെങ്കിൽ നമ്മളെ പഞ്ചസാര മെൽറ്റായി പോകും കേട്ടോ. നല്ലോണം പിമ്പിൾസ് ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തോട്ടാ. പിന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, മസ്റ്റായിട്ടും ചെയ്തിരിക്കണം കേട്ടോ. പക്ഷെ എനിക്കിപ്പോൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒന്നും അധികമൊന്നും ഇല്ല, എങ്കിലും
നമ്മളുടെ ഫേസ് പാക്കിന് നല്ലൊരു എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്ക്രബും കൂടി ചെയ്താൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. അതിനാണ് കേട്ടോ ഞാൻ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചത്. കൊള്ളാം, നല്ല പുളി മതിയോ, നല്ല സോണ്ട് 2 കൈ കൊണ്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു സ്ക്രബിങ്ങും മസാജിങ്ങും ഒക്കെ ഞാൻ ചിത്ര ചേച്ചി ചെയ്യണ പോലെയൊക്കെ ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കും കേട്ടോ. പക്ഷേ മറന്നു പോകും എങ്ങനെയൊക്കെയാണ് സ്റ്റെപ്പ് എന്നൊക്കെ ഉള്ള കാര്യം. സത്യത്തിൽ ഞാൻ മറന്നു പോകും കേട്ടോ. മസാജ് ചെയ്യണത് എനിക്ക് ചിത്ര ചേച്ചി ചെയ്യണ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കറക്റ്റ് ആ ഒരു ചെയ്യണ പോലെ ഞാൻ ഇങ്ങനെ പഠിച്ചു വെച്ചതാണ്. പക്ഷെ നമ്മൾ ചെയ്യാൻ വരുമ്പോൾ മൊത്തം മറന്നു പോകും. ഇപ്പൊ ഞാൻ അധികം സ്ക്രബ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല കേട്ടോ. ഇന്ത്യയിൽ ബ്ലാക്ക് ഹെഡ്സ് ഒന്നും അധികം ഇല്ല, അതുകൊണ്ടാണ്. ഇപ്പൊ നിങ്ങളുടെ ഫേസിൽ നല്ലോണം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മൂക്കിന്റെ സൈഡിൽ പിന്നെ ലിപ്പിന്റെ ഇവിടെയാണ് ഈ വൈറ്റ് ഹെഡ്സ് ഉള്ളത് കേട്ടോ. ബ്ലാക്ക് ഹെഡ്സ് കുറവാണ്. ഓക്കെ ഓക്കെ മതി. ഇനി നമുക്കിതൊരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് മതി കേട്ടോ. ഫേസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വീണ്ടും ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാട്ടോ. അതല്ലെങ്കിൽ ഒന്ന് വൈപ്പ് ചെയ്ത് കളഞ്ഞാലും മതി. ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ഫേസിൽ ആ ഒരു ചേഞ്ച് കണ്ടോ. ഇതിപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിലാണ് കേട്ടോ. ഞാനിപ്പോൾ സ്ക്രബിങ് ഞാൻ നെക്കിൻ്റെ ഭാഗത്തോട്ടൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു നെക്കിൻ്റെ ഭാഗം തമ്മിലുള്ള ആ ഒരു വ്യത്യാസം കണ്ടോ, നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്യാമറയിൽ കൂടെ എത്രത്തോളം അത് വിസിബിൾ ആണെന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഡ്രൈ ആയി പോയിട്ടുണ്ട് കേട്ടോ. ഒരു സെമി ഡ്രൈ ആകുമ്പോൾ തന്നെ നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് അത് റിമൂവ് ചെയ്യാം കേട്ടോ. ഞാനിത് നന്നായിട്ട് ഡ്രൈ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് നനച്ചിട്ടാണ് കേട്ടോ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് അധികം നേരം സ്ക്രബ് ചെയ്യേണ്ട കേട്ടോ. നമ്മൾ ആദ്യം ഒന്ന് സ്ക്രബ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തെടുത്താൽ മതി. അതല്ല വീണ്ടും നമ്മൾ സ്ക്രബ് ചെയ്താൽ ചിലപ്പോൾ അത് നമ്മുടെ സ്കിൻ ഡാമേജും പിന്നെ സ്ക്രാച്ചൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം സ്ക്രബ് ചെയ്യേണ്ട കേട്ടോ. നമുക്ക് ഒന്നല്ലെങ്കിൽ വൈപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ വാഷ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോ തുടച്ചാണ് എടുക്കണത്. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മളുടെ സെക്കൻഡ് സ്റ്റെപ്പും കഴിഞ്ഞിട്ടുണ്ട്. തേർഡ് സ്റ്റെപ്പ് കേട്ടോ. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പാക്കാണ് കേട്ടോ. അപ്പൊ നമുക്ക് പാക്ക് ഉണ്ടാക്കാം. പാക്കിനായിട്ട് 3 ടീസ്പൂൺ തൈരാണ് കേട്ടോ. ഇതിപ്പോ കുറച്ച് ലൂസ് ആയിട്ടുള്ള തൈരാണ്. നിങ്ങൾ എടുക്കുമ്പോൾ നല്ല കട്ട തൈര് എടുക്കാം കേട്ടോ. ഓക്കെ, 3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. 3 ടീസ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ കോൺഫ്ലോർ ആണ് കേട്ടോ. നിങ്ങൾക്ക് കോൺഫ്ലോർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി എടുക്കാം, പിന്നെ ഗോതമ്പ് പൊടി എടുക്കാം, പിന്നെ കടലമാവ് എടുക്കാം കേട്ടോ. ഇതിൽ 3 ഏതെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് കോൺഫ്ലോർ ആണ് കേട്ടോ. ഇതും നല്ലതാണ്, അരിപ്പൊടിയും നല്ലതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. എല്ലാം നല്ല എഫക്റ്റീവാണ്. നെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ലെമൺ ജ്യൂസ് ആണ് കേട്ടോ. ഒരു 2 ഡ്രോപ്സ് ലെമണിന്റെ ജ്യൂസ് മതി കേട്ടോ. 2 ഡ്രോപ്സ് മതി, അധികം ഒന്നും വേണ്ട കേട്ടോ. ഓക്കെ, അപ്പം അത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം നമ്മളുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ സ്പൂൺ വെച്ച് തന്നെ അപ്ലൈ ചെയ്യണം. ഇനി ബ്രഷ് ഒന്നും എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ. നന്നായിട്ട് തന്നെ ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഡിഫറൻസ് ഉണ്ടോ? നല്ല മാറ്റമുണ്ട് കേട്ടോ. ഞാനപ്പോൾ ഒന്ന് ക്യാമറയിൽ കൂടി അല്ലാണ്ട് നോക്കട്ടെ കേട്ടോ. എനിക്കൊരു സമാധാനവും ഇല്ല.
കൊള്ളാട്ടോ, അടിപൊളിയാണ്. ഇതേപോലെ നിങ്ങളും ഒന്ന് ഈ ഒരു ഫേഷ്യൽ ചെയ്ത് നോക്കാട്ടോ, നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഫംഗ്ഷനൊക്കെ വന്ന ടൈമിലാണെങ്കിലും നിങ്ങൾക്ക് തലേ ദിവസം ചെയ്യാൻ പറ്റും നല്ലൊരു ഫേഷ്യലാണ്, നല്ല എഫക്റ്റ് ആണ് കേട്ടോ. നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 2-3 ദിവസമെങ്കിലും ഇതിന്റെ ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് നന്നായിട്ട് തന്നെ ഉണ്ടാവുന്നതായിരിക്കും. നിങ്ങൾ ഇതേപോലെ തൈര് വെച്ച് ഫേഷ്യൽ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഫേസ് ബ്രൈറ്റ് ആവാൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന ഇപ്പോൾ സൺ ടാൻ ഒക്കെ ഉണ്ടല്ലോ, അത് നന്നായിട്ട് തന്നെ കുറയാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഹൈപ്പർ പിഗ്മെന്റേഷൻ കുറയാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ മുഖക്കുരു ഒക്കെ ഉണ്ടെങ്കിൽ അതും നന്നായിട്ട് കുറയാനായിട്ടും പ്രിവെന്റ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യണം കേട്ടോ. പിന്നെ ആന്റി ഏജിങ് സൈൻ അതും കുറയാനായിട്ടും ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഫേസ് നല്ലൊരു യങ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ടും ചെയ്ത് നന്നൊരു ഡീപ്പ് ക്ലെൻസിങ് ചെയ്ത് നമ്മുടെ സ്കിൻ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതേപോലെ തൈരിന്റെ ഫേഷ്യൽ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ. ഇനി 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഏത് മോയ്സ്ചറൈസർ ആണോന്ന് വെച്ചാൽ അതൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല്. വെരി സിമ്പിൾ ആണ്. ആകെ ഒരു 4 സ്റ്റെപ്പാ വന്നുള്ളൂ. ഈ മോയ്സ്ചറൈസറും കൂടി കൂട്ടിയാണ് ഞാൻ പറഞ്ഞ 4 സ്റ്റെപ്പ് ഒന്നും. ഓക്കെ, ഇനി ഇത്രയേ ഉള്ളൂ. കണ്ടോ, ഫേസും നെക്കും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് കണ്ടോ, നന്നായിട്ട് എടുത്തറിയണുണ്ടല്ലേ. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നെക്കിന്റെ ഭാഗത്തും നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേഷ്യൽ നമുക്ക് ആഴ്ചയിൽ 2 തവണയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഓയിലി സ്കിന്ന് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മുഖക്കുരു ഉള്ള സ്കിന്നൊക്കെ ആണെങ്കിൽ അവർ ആഴ്ചയിൽ 1 തവണ ചെയ്താൽ മതി. അല്ലാത്തവർ 2 തവണയൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ഡേവായിട്ടുള്ള ഫേഷ്യലാണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവാറില്ല. ഇതുവരെ ഞാൻ ചെയ്തിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ ഓയിലി സ്കിന്നുകാരും സെൻസിറ്റീവ് സ്കിന്നുകാരുടെ കാര്യത്തിൽ എനിക്ക് അത്ര വലിയ ഉറപ്പ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവരുടെ ആഴ്ചയിൽ 2 തവണ ഒക്കെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ സ്കിൻ എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കാട്ടോ. ഈ ഒരു ഫേഷ്യൽ നിങ്ങൾ ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. തൈരൊക്കെ എപ്പോഴും എല്ലാവരുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് അല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും എപ്പോഴും എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ്. കോൺഫ്ലവർ ആണെങ്കിലും എപ്പോഴും ഉള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എല്ലാം എന്നെ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കണം കേട്ടോ. സോ അപ്പൊ ഈ വീഡിയോസ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. പിന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കണം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് നല്ലൊരു കണ്ടന്റ് ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.